ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അസോസിയേഷൻ ഭാരവാഹി അനുമോന്റെ മൊഴിയെടുക്കുന്നു. പണപ്പിരിവിന് നിർദ്ദേശം നൽകുന്ന ശബ്ദരേഖയ്ക്ക് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇടുക്കിയിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്നത്. മറ്റ് ബാർ ഉടമകളുടെ മൊഴിയും രേഖപ്പെടുത്തും. അലമീൻ വിശദാംശങ്ങളുമായി. അനുമോന്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നാണ് വാർത്ത. എന്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അലമീൻ? നികേഷ്, ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി എം വി രാജേഷ് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ വിവാദത്തിന് ആധാരമായ ശബ്ദ സന്ദേശത്തിനുടമ ബാർ അസോസിയേഷൻ നേതാവ് അനുമോന്റെ മൊഴി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വ സംഘമാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അനുമോന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ വീട്ടിൽ വെച്ചല്ല മൊഴി എടുക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന ഇടുക്കിയിലെത്തി തന്നെയാണ് മൊഴി എടുക്കുന്നത് എന്നതാണ്. പക്ഷേ സമീപത്തെ മറ്റേതെങ്കിലും ജില്ലകളിൽ വെച്ചാണോ അനുമോനുമായി അന്വേഷണ സംഘം കൂടിക്കാഴ്ച നടത്തി മൊഴിയെടുക്കുന്നത് എന്നുള്ള സംശയം കൂടി നിലവിലുണ്ട്. മറ്റ് ബാറുടമകളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും, ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. പ്രത്യേകിച്ച് ഈ അനുമോന്റെ ശബ്ദ സന്ദേശത്തിൽ ഇടുക്കിയിലെ അണക്കരയിലെ ബാറുടമ ഒരു അരവിന്ദാക്ഷൻ പണം നൽകിയെന്ന് പറഞ്ഞിരുന്നു. പണം നൽകിയില്ല എന്ന അരവിന്ദാക്ഷൻ പിന്നീട് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ അരവിന്ദാക്ഷന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ബാർ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ, കൊച്ചിയിൽ ചേർന്ന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത മറ്റു ബാറുടമ നേതാക്കളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഒപ്പം കൊച്ചിയിൽ നടന്ന ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ മിനിറ്റ്സും അതിന്റെ അജണ്ടയും ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യും. ആ യോഗം നടന്ന ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കാൻ ഒരുങ്ങുന്നുണ്ട് അന്വേഷണ സംഘം. അതോടൊപ്പം ഏതു സാഹചര്യത്തിലാണ് അനുമോൻ ഇത്തരമൊരു ശബ്ദ സന്ദേശം ഇട്ടത് എന്നതാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നത്. ഒപ്പം ഈ വിധത്തിലൊരു പണപ്പിരിവ് നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു? ആദ്യം ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിച്ചതുപോലെ മദ്യനയത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതൃത്വത്തിനോ മന്ത്രിമാർക്കോ സർക്കാരിലെ പ്രമുഖർക്കോ ഉദ്യോഗസ്ഥർക്കോ പണം നൽകുന്നതിന് വേണ്ടി, കോട നൽകുന്നതിന് വേണ്ടിയുള്ള പിരിവായിരുന്നോ? ഇനി അതല്ല, അസോസിയേഷൻ നേതാക്കൾ ഔദ്യോഗികമായി പറയുന്നത് പോലെ ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് വേണ്ടിയുള്ള പിരിവായിരുന്നോ? അത് എന്തിനായിരുന്നു പിരിവ് നടന്നത്? പിരിവ് നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ടെങ്കിൽ ആ പണം ആർക്കൊക്കെ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പരിശോധന. അതോടൊപ്പം ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമോ ഗൂഢാലോചനയോ പിന്നിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. അനുമോൻ എന്ത് നിലപാട് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകുമെന്നുള്ളത് ഈ അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ വിവാദങ്ങൾക്ക് ആധാരം അനുമോന്റെ ശബ്ദരേഖയാണ്. വിവാദമായതിന് പിന്നാലെ കാണാമറയത്തേക്ക് പോയ അനുമോൻ പിന്നീട് ആ വിശദീകരണം തള്ളിക്കൊണ്ട് ഒരു മലക്കം മറിച്ചിൽ നടത്തിക്കൊണ്ടൊരു വിശദീകരണ കുറിപ്പുമായി പിന്നീട് രംഗപ്രവേശം ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിൽ ഈ പറയുന്ന കോഴ ആരോപണം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ളൊരു കുറിപ്പായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. എന്ത് വിശദീകരണം അനുമോൻ നൽകും, മറ്റ് ബാറുടമകൾ നൽകും എന്നതൊക്കെ ഏറെ പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ ഈ ബാറുടമകൾക്കിടയിലെ പണപ്പിരിവ് സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരു വിഭാഗം ബാറുടമകൾ സർക്കാരിന് പരാതി നൽകിയിരുന്നു. ആ പരാതിയും എക്സൈസിന്റെ ആഭ്യന്തര വിജിലൻസിന്റെ പക്കലുണ്ട് താനും. അതടക്കമുള്ള കാര്യങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുകയും ചെയ്യും. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഏറെ നിർണായകമാണ്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാൻ ഒരു മാസം മുന്നിലുണ്ടെങ്കിലും ജൂൺ 10 നിയമസഭാ സമ്മേളനം ചേരുന്നത് കൊണ്ട് അതിനു മുൻപ് അന്വേഷണം പൂർത്തിയാക്കാനാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ദ്രുതഗതിയിൽ നടപടികൾ പൂർത്തിയാക്കി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും, ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ഏതായാലും ആ റിപ്പോർട്ട് മുൻനിർത്തി തന്നെയായിരിക്കും നിയമസഭയ്ക്കകത്തുൾപ്പെടെ പ്രതിപക്ഷം തീർക്കാൻ ഉദ്ദേശിക്കുന്ന ആരോപണങ്ങളെ ഭരണപക്ഷം പ്രതിരോധിക്കുക. നികേഷ്.